നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ വേണ്ട, നീ പറയണ്ട. ഒരു പാവത്തിനെ കുരുതി കൊടുത്തപ്പോ നിനക്ക് സമാധാനമായല്ലോ. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ദിവസം നിനക്ക് കണക്ക് പറയേണ്ടി വരും. എന്നാലും ഇങ്ങനെ ഒരു ചതി നീ ചെയ്യണ്ടായിരുന്നു പൊന്നുമണി. ഹലോ സിദ്ധു. ദേവിക, ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. മയക്കുമരുന്ന് കേസല്ലേ, സ്റ്റേഷൻ ജാമ്യം എന്തായാലും കിട്ടില്ലല്ലോ. അവര് പരുന്തിനെ ഉടനെ കോടതിയിൽ ഹാജരാക്കും. അവിടുന്ന് ബെയിലിന് മൂവ് ചെയ്ത് നോക്കാം. റൊമാൻഡ് ചെയ്യോ? ചെയ്യാനാണ് സാധ്യത. ഒരു 3 മാസമെങ്കിലും ചുരുങ്ങിയതകത്ത് കിടക്കേണ്ടി വരും. നിരഞ്ജൻ ഡോക്ടർ ആയിരുന്നെങ്കിലും ഇങ്ങനെ കിടക്കേണ്ടി വന്നേനെ. അത് സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കുക. എന്നാലും പരുന്ത് നിരപരാധിയല്ലേ സിദ്ധു? കുറ്റം സംഭവിച്ചല്ലോ, അതോടെ അവൻ എല്ലാ അർത്ഥത്തിലും പ്രതിയായി കഴിഞ്ഞു. പോലീസിനെ വിളിച്ച വിവരം പറഞ്ഞ തങ്കച്ചിയാ? ഒരു അനോണിമസ് കോളെന്ന് മാത്രമേ പോലീസ് പറയുന്നുള്ളൂ. സാധാരണ ഇത്തരം കേസുകളിൽ ഇൻഫോർമറുടെ വിവരങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അവർ പറയാറില്ല. പറഞ്ഞ ഇൻഫോർമറെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടല്ലോ. എത്രയും വേഗം പരുന്തിനെ നമുക്ക് ജാമ്യത്തിലിറക്കണം. കീഴ്ക്കോടതിയിൽ നിന്ന് തള്ളിയാലും മേൽക്കോടതിയിൽ അപ്പീലിന് പോയി നോക്കാം. എന്നാലും ഉടനെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കണ്ട. നമുക്ക് ശ്രമിക്കാം, അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ശരി, വെക്കട്ടെ. ശരി. ഡാഡി അന്വേഷിച്ചൊന്ന് കേട്ടു. എനിക്ക് നിന്നോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. മയക്കുമരുന്നിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ പിന്നിൽ ഞങ്ങൾ ആരും അല്ല ഡാഡി. ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ആ വിശാലെന്ന് പറയുന്നവൻ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചെന്ന് നിങ്ങൾ പെടും. വിശാൽ എന്ത് തെറ്റ് ചെയ്തു? സാറ് പറയുന്ന അനുസരിക്കും മേഡം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ സാർ ഇത് പറയണ? എടാ സ്വാമി, താൻ കുറെ ലോകം കണ്ടവനല്ലേ. തനിക്കെങ്കിലും ഡാഡി ഒന്ന് ഉപദേശിച്ചൂടെ? കാള പെറ്റൂന്ന് കേൾക്കുന്ന ഉടനെ തന്നെ കയറെടുക്കരുതെന്ന്. മയക്കുമരുന്ന് ക്ലിനിക്കിൽ കൊണ്ടുവച്ചത് ആരാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇല്ലാത്തിന്റെ പിന്നിൽ അവരാ. തങ്കച്ചി. തങ്കച്ചിയോ? അതെ. ഞങ്ങളത് മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചോ താൻ? തനിക്കറിയാലോ ആ സംഭവം നടക്കുമ്പോ കൃത്യസമയത്ത് തങ്കച്ചി എവിടെ എത്തിയെന്ന്. അത് വെറുതെയുള്ള വരവാണെന്നാണോ താൻ കരുതുന്നേ? അല്ല, എല്ലാം കണ്ട് രസിക്കാനുള്ള വരവായിരുന്നു അത്. എന്റെ മോനെ കുറ്റം പറയുന്നതിന് മുമ്പേ തങ്കച്ചിയോട് പോയി പറയും. അതാ ഏട്ടൻ ചെയ്യണ്ടേ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ചെയ്തത് ആരാണെന്നല്ലല്ലോ. നാട്ടുകാരെന്താ വിശ്വസിക്കാൻ പോകുന്നത്? നിരഞ്ജൻ ചെയ്തതെന്നല്ലേ വിശ്വസിക്കുക. ഒരു വാർത്ത വന്നാൽ അത് എത്ര പെട്ടെന്നാ പരക്കാന്നറിയാവോ? ആ ക്ലിനിക്കിലേക്ക് നിരഞ്ജന്റെ ചികിത്സ തേടി ഈ വാർത്ത കണ്ടാൽ പിന്നെ ആരെങ്കിലും വരുമോ? എല്ലാവരും കൂടി ചേർന്ന് നടന്ന് നശിപ്പിച്ചത് സ്വന്തം ഭാവി തന്നെയാ. മനഃപൂർവ്വം ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല.
ഇന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സത്യം ദൈവത്തിനറിയാലോ. ദൈവം കാത്തോളൂ. പിന്നെ നിന്റെയൊക്കെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുകയല്ലേ ദൈവത്തിന്റെ ജോലി. അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഡാഡി എന്തെങ്കിലും പറഞ്ഞൊന്ന് കരുതി ആ ബോധ്യം മാറാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ഞങ്ങൾ എന്ന് വിശ്വസിക്ക്, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്ക്. സ്നേഹമുള്ളൊരു രക്ഷിതാവാണെങ്കിൽ അങ്ങനെയാ ചെയ്യണ്ടേ. അതിനെ സ്നേഹം വേണ്ടേ?